പ്രിയപ്പെട്ട ട്രംപിന് എന്താണ് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നത്. ആണും പെണ്ണും മതി, വേറെ ആരും വേണ്ട. പ്രത്യേകിച്ചും ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ട്രംപിന് ഹാലിളകും. ഇത് നല്ലൊരു പ്രവണതയാണോ? ശരിയാണെന്ന് തോന്നുന്നില്ല. ട്രംപ് ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ജനുവരി 20 അധികാരമേൽക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പം അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഫിനിക്സിൽ യുവാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം, അത് കേട്ടിട്ട് നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം. അതായത് ആണും പെണ്ണും എന്ന 2 ജെൻഡറുകൾ മാത്രമേ ഇനി അമേരിക്കയിൽ ഉണ്ടാവുകയുള്ളൂ, US ഉണ്ടാവുകയുള്ളൂ. ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കും. അതൊരു ഭ്രാന്തായിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. അവരും മനുഷ്യരാണ്, അവർക്ക് മനുഷ്യാവകാശങ്ങളുണ്ട് എന്നുള്ളത് ട്രംപ് ഗൗരവത്തിലെടുക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അദ്ദേഹം ഒരു പടി കൂടെ കടന്നു പറയുകയാണ്, സ്ത്രീയും പുരുഷനും എന്ന 2 ജെൻഡറുകൾ മതി എന്നുള്ളത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക നയമായിരിക്കും. അങ്ങനെ വളരെ വൈരുദ്ധ്യമാർന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. അപ്പോൾ അതിന്മേൽ വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ് അമേരിക്കയിലും ലോകത്താകമാനം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ട്രാൻസ്ജെൻഡറുകളെ സൈന്യം, സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവുകളിൽ ഒപ്പിടും. അതൊക്കെ എന്തൊരു കഷ്ടമാണ്. അവർക്ക് ജീവിക്കണ്ടേ? അവർ മനുഷ്യരല്ലേ? തീർന്നില്ല. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ പുരുഷന്മാരെ പങ്കെടുപ്പിക്കില്ല. അത് ശരിയാണ്. സ്ത്രീകൾക്കുള്ള കായിക ഇനം സ്ത്രീകൾ മത്സരിക്കട്ടെ, പുരുഷന്മാർക്കുള്ളതിൽ പുരുഷന്മാർ മത്സരിക്കട്ടെ. കുട്ടികളുടെ ചേലാകർമ്മം അവസാനിപ്പിക്കും. അതായത് കുട്ടികളുടെ ഈ സുന്നത്ത് നടത്തുന്ന പരിപാടി കുട്ടികളിൽ ചെയ്യണ്ട, കുറച്ച് മുതിർന്നതിന് ശേഷം മതവിശ്വാസം അനുസരിച്ച് ചെയ്തോട്ടെ എന്നായിരിക്കും ഉദ്ദേശിച്ചത്, നമുക്കറിയില്ല. കുട്ടികളെ ചേലാകർമ്മം സമ്മതിക്കില്ല. അത് പോട്ടെ, അത് കുട്ടികൾ വളരെ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ ഏത് മതത്തിലായാലും അത് കുറച്ച് മുതിർന്നതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പൊതുവേ അഭിപ്രായമുണ്ട് ലോകത്ത്. അത് അതിനെ നമുക്ക് ആ രീതിയിലൊന്ന് കാണാം. പക്ഷേ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡറുകളുടെ കാര്യത്തിൽ അതത്ര നിസ്സാരമല്ല. പിന്നെ അതുപോലെ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു അതിൻ്റെ പഴയ പേര് മൗണ്ട് മക്കിൻലി എന്നാണ്. ഈ മൗണ്ട് മക്കിൻലി എന്ന പേര് ഇപ്പം മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയത് ബരാക് ഒബാമ പിന്നെ അതിനെ അവിടുത്തെ അലാസ്കയിലാണ് ഈ പർവ്വതം. അവിടുത്തെ ഒരു തദ്ദേശീയരായ ഒരു ജനതയുടെ ആവശ്യപ്രകാരം അതിനെ മാറ്റിയിട്ട് അദ്ദേഹം ഡെനാലി എന്നാക്കിയിരുന്നു. അതിന് കാരണമുണ്ട്. ഈ 1901 കൊല്ലപ്പെട്ട 25ാമത് പ്രസിഡന്റ് വില്യം മക്കിൻലിയുടെ ബഹുമാനാർത്ഥമാണ് 1917 മുതൽ ദക്ഷിണ മധ്യ അലാസ്കയിലെ ഡെനാലി നാഷണൽ പാർക്കിലും പ്രിസർവിലുമുള്ള 20,000 അടി ഉയരം വരുന്ന ഈ കൊടുമുടിയെ മൗണ്ട് മക്കിൻലി എന്ന് വിളിച്ചു വന്നത്. അതിനെയാണ് ഒബാമ മാറ്റിയിട്ട് ഈ ഡെനാലി എന്നുള്ള പഴയ പേര് കൊടുത്ത്. ഇപ്പോൾ ഇത് വീണ്ടും മാറ്റും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പഴയ പേര് മൗണ്ട് മക്കിൻലി അത് തിരികെ കൊണ്ടുവരും എന്നാണ് ഇപ്പം ട്രംപ് ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അതുപോലെ കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കും. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പുള്ളി നേരത്തെ തന്നെ മൂപ്പര് പറഞ്ഞാണല്ലോ, ഈ കുടിയേറ്റക്കാരെ എല്ലാം പുറത്താക്കുക. ഏതാണ്ട് 1700 ഇന്ത്യക്കാരെ അതിൽ മലയാളികളുമൊക്കെ ഉണ്ട്. അവർ അനധികൃതമായിട്ട് നിയമപരമായിട്ട് വിസയൊന്നും ഇല്ലാതെ വന്നിരിക്കുകയാണ്, അവരെയൊക്കെ മാറ്റും എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളിലുമൊക്കെ വാർത്ത വന്നതാണ്. അതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് അവരുടെ അമേരിക്കയുടെ നയമാണത്. അതിനകത്ത് നമുക്കൊന്നും ഒരു അഭിപ്രായവും പറയാനില്ല, കാരണം ഒരു രാജ്യത്തിൻ്റെ നയമാണത്. ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ ഒരു പുരോഗമന സമൂഹം വലിയ രീതിയിൽ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ട്രംപിന്റെ വായിൽ നിന്ന് ഇത്തരം വർത്തമാനം വരിക എന്ന് പറയുന്നത് അത് വലിയ വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു ചിന്താഗതി പിന്തുടരുന്ന ഒരാളാണ് ട്രംപ് എന്ന് നേരത്തെയും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇതിലൂടെ അദ്ദേഹം അത് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സംശയം, ക്രിസ്ത്യാനിറ്റിക്ക് ഈ ട്രാൻസ്ജെൻഡർ സമൂഹമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരുടെ മതം എന്താണ് പറയുന്നത്? മതത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ട്. അവര് അതിനെ യാഥാസ്ഥിതിക ക്രിസ്ത്യാനികളൊന്നും അംഗീകരിക്കുന്നില്ല. ഒരു ലിബറൽ ചിന്താഗതിയുള്ള, സ്വതന്ത്ര ചിന്താഗതിയുള്ള, പുരോഗമന ചിന്താഗതിയുള്ളവർ മാത്രമേ അതിനെ അംഗീകരിക്കുന്നു. ഇസ്ലാമിൻ്റെ കാര്യം പിന്നെ പറയണ്ട. അതെ. പിന്നെ ഇത് കുറച്ചുകൂടെ ഇതിന് അക്സെപ്റ്റൻസ് കിട്ടുന്നത്, ഒരു അംഗീകാരം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദു അമ്പലം വരെ ഉണ്ട്. അതെ വിഭാഗത്തിലാണ്.
അത് മാത്രമല്ല RSS ചീഫായിട്ടുള്ള മോഹൻ ഭാഗവത് അടക്കം അതെ ട്രാൻസ്ജെൻഡർ സമൂഹം ഈ ഒരു നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യരാണ്, അവരെ ആ രീതിയിൽ ഈ പരിഗണിക്കണം, സമൂഹത്തിന്റെ ഒരു ഭാഗം വേർതിരിവ് കാണിക്കരുത്, അവരും കൂടി ചേർന്നതാണ് ഈ സമൂഹം തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഇപ്പം എന്തായാലും ട്രംപ് ഇത് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ട്രംപ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ട്രംപ് ആളെയും നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്. ഒരുതരം എന്താ പറയുക, ഒരു മനോനില തെറ്റിയതുപോലെയൊക്കെ പെരുമാറിക്കളയും അദ്ദേഹം. അപ്പോൾ ഇനി കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കും എന്നുള്ളത് അത് നേരത്തെ തന്നെ അവരുടെ പ്രകടന പത്രികയിലെ ഉള്ള കാര്യമാണ്. ഈ മയക്കുമരുന്ന് സംഘങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, മയക്കുമരുന്ന് സംഘങ്ങളെ തീവ്രവാദ സംഘങ്ങളായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് അമേരിക്കയിൽ. പിന്നെ ഈ യുക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും, അത് അമേരിക്കയ്ക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. അത് നേരത്തെ പ്രകടന പത്രികയിലും മറ്റുമൊക്കെ ട്രംപ് പ്രസംഗിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിലെ അരാജകത്വം, അതായത് മധ്യേഷ്യ എന്ന് പറയുന്ന നമ്മുടെ ഈ അറബ് രാഷ്ട്രങ്ങളിലൊക്കെയുള്ള അരാജകത്വം അവസാനിപ്പിക്കും, മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാതെ തടയും. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്ന അങ്ങനെയാണ്, ഒരു മൂന്നാം ലോക യുദ്ധം ഉണ്ടാകുമോ. ഇപ്പോൾ ഈ ബംഗ്ലാദേശ് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും നമ്മൾ സംയമനം പാലിച്ച് നിൽക്കുമ്പോഴും ലോകം ഭയപ്പെടുന്നുണ്ട്, ബംഗ്ലാദേശിനെ ഇന്ത്യ കയറി അടിച്ചാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. കാരണം അപ്പുറത്ത് ചൈന സഹായിക്കാനൊക്കെ ഉണ്ട് എന്നുള്ളൊരു വലിയ വെല്ലുവിളിയൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ അതിനെ നിയന്ത്രിക്കും. ഇതൊക്കെയാണ് ട്രംപ് പറയുന്നത്. പിന്നെ അമേരിക്കയുടെ മണ്ണിൽ ഒരു ക്രിമിനൽ ശൃംഖലയെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, എല്ലാറ്റിനെയും തകർക്കും, അതിൽ ഉൾപ്പെട്ടവരെ മുഴുവനും പിടിച്ച് തുറങ്കിലടയ്ക്കും, അല്ലെങ്കിൽ നാട് കടത്തും. ഇതൊക്കെയാണ് ട്രംപ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാം, ഒന്നൊഴിച്ച്, അല്ലേ? ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യത്തിലാണ് ഒരു മനുഷ്യത്വപരമായ സമീപനം അദ്ദേഹം സ്വീകരിക്കേണ്ടത്. അങ്ങനെ അമേരിക്കയിൽ 2 ജെൻഡർ മാത്രം മതി എന്ന് ഇതൊരു ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഒരുപാട് നാളുകളായിട്ട് മനുഷ്യൻ എന്നുണ്ടായോ അന്ന് മുതൽ ഇത്തരം കാര്യങ്ങൾ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത് ട്രംപ് മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ സമ്മർദ്ദം ചെലുത്തുമായിരിക്കും, എന്തായാലും അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ, യുക്രൈൻ യുദ്ധം, ഇതൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഒപ്പം ഈ ചേലാകർമ്മത്തിനെതിരെ, ചേലാകർമ്മത്തിൽ ട്രംപ് നമുക്കറിയാം ഒരു കൃത്യമായിട്ടും അദ്ദേഹത്തിനൊരു ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയമാണുള്ളത്. അദ്ദേഹം ഒരിക്കലും മുസ്ലിം രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നില്ല. അദ്ദേഹം മുസ്ലിം രാഷ്ട്രീയത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ വെറുപ്പോടുകൂടിയാണ് സമീപിക്കുന്നത്. അതിനെതിരായിട്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇസ്രായേലിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് ട്രംപാണ്. ഇറാനെ നിലം പരിശാക്കുമെന്ന് പറയുന്നത് ഇസ്രായേലിന് മുമ്പേ പറയുന്നത് ട്രംപാണ്. ഇസ്രായേലിനോട് പറയുന്നത് കയറി അടിക്കട, ആ അർത്ഥത്തിലാണ് മൂപ്പര് സംസാരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ട്രംപിനുണ്ട്. അത് അതുകൊണ്ട് തന്നെ വലിയ ജനസ്വീകാര്യതയും അദ്ദേഹത്തിന്. അത് അമേരിക്കയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത, അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും ഇന്ത്യയിലടക്കം. ഇസ്ലാം വിരുദ്ധതയാണ് ട്രംപിന്റെ ഒരു മുഖമുദ്ര എന്നതുകൊണ്ട് മാത്രം കയ്യടികൾ കിട്ടുന്നുണ്ട്. അതൊരു സത്യമാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ചേലാകർമ്മം വലിയ തോതിൽ അത് ലോകം പല അഭിപ്രായങ്ങൾ ആ കാര്യത്തിലുണ്ട്. ലോകത്ത് അത് വേണമെന്നും വേണ്ടെന്നും കുട്ടികൾ കുറച്ച് മുതിർന്നതിന് ശേഷം ചെയ്താൽ മതിയെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ ചേലാകർമ്മം ചെയ്യുന്നതിനെ എതിർക്കുന്ന വിഭാഗവും ലോകത്തുണ്ട്, അനുകൂലിക്കുന്ന വിഭാഗമുണ്ട്. അനുകൂലിച്ച് അതൊരു മതപരമായ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ ആണ് കൂടുതലും. പക്ഷേ ഇത് ട്രംപ് ഇപ്പം പറയുന്ന അമേരിക്കയിൽ ഇത് അനുവദിക്കില്ല. അമേരിക്കയിൽ ഒരു കാരണവശാലും ഈ പണി പറ്റത്തില്ല, നമ്മളിതെല്ലാം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിയമം കൊണ്ടുവരുമായിരിക്കും ഇതിനെ നിരോധിക്കാൻ. അങ്ങനെയൊക്കെ ട്രംപ് ചെയ്തേക്കാം. കാരണം ഇത് പാർലമെൻറ്റിൽ അമേരിക്കൻ ഹൗസിൽ പാസ്സാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ട്രംപ് ചിലപ്പോൾ നിയമനിർമ്മാണമൊക്കെ നടത്തും. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ പർവ്വതത്തിൻ്റെ പേരൊക്കെ കൊടുമുടിയുടെ പേരൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതൊന്നും ആർക്കും എനിക്ക് തോന്നുന്നു വലിയ എതിർപ്പ്, തദ്ദേശീയമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ എതിർപ്പുണ്ടായേക്കാം, പ്രതിഷേധം ഉണ്ടായേക്കാം. പക്ഷേ വലിയ തോതിൽ അതൊന്നും ആർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അതിൻ്റെ അഭിപ്രായം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് അമേരിക്കയിൽ 2 തരം ലിംഗക്കാർ മതി, ആണും പെണ്ണും മതി എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. ട്രംപിനെ കൊണ്ട് കൂടിയാൽ കൂട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. എന്തായാലും ട്രാൻസ്ജെൻഡർ സമൂഹത്തെ ഇപ്പോഴും വളരെ മോശമായ രീതിയിൽ
ആണ് പല ആളുകളും, രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച്, രാഷ്ട്രീയ നേതാക്കളും അതുപോലെ രാഷ്ട്ര തലവന്മാർ, സമൂഹത്തിലെ ഒരുപാട് അംഗങ്ങളും. അത് പല വീഡിയോകളും ട്രാൻസ്ജെൻഡറിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ മുഖമില്ലാത്ത ആളുകൾ വന്നിട്ട് അതിനെതിരെ കമന്റ് ഇടുകയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും മോശം വാക്കുകൾ പറയുകയൊക്കെ ചെയ്യുന്നു. എന്തായാലും അതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ അതിനെ ഈ പറയുന്ന ലിംഗപരമായ ഒരു പ്രശ്നം മാത്രമായിട്ട് കണ്ടാൽ പോരാ. അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും. അതുകൊണ്ട് ആ പ്രശ്നത്തെ അങ്ങനെ അഡ്രസ്സ് ചെയ്യുക. അക്കാര്യത്തിൽ ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.